വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ എനിക്ക് എല്ലാവരോടും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമ്മുടെ ചാനൽ 100 സബ്സ്ക്രൈബേഴ്സ് ആയി എന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഒരു ആഘോഷത്തിന് ഞാൻ വൈകുന്നേരം എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ഒരു കേക്ക് ഒക്കെ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും തോന്നും 100 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് വലിയൊരു സംഭവമാണോ, ഇതെന്നിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, കേക്ക് ഒക്കെ കട്ട് ചെയ്യണോ എന്നൊക്കെ അങ്ങനെ ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ എന്നോട് ക്ഷമിക്കണേ. ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് സങ്കടപ്പെടുകയും അതുപോലെ ചെറിയ കാര്യങ്ങൾക്ക് ഒത്തിരി സന്തോഷിക്കുകയും ചെയ്യുന്ന ആളാട്ടാ. അപ്പൊ എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ ചെയ്തതാ. അല്ലെങ്കിലും നമ്മളെ പാമ്പർ ചെയ്യാൻ നമ്മൾ തന്നെയല്ലേ മുൻപന്തിയിൽ നിൽക്കേണ്ടത്. അപ്പൊ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ചെറിയൊരു കൺഫ്യൂഷൻ, ആർക്ക് ആദ്യം കൊടുക്കും. ഇപ്പൊ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് കിട്ടാണ്ടായപ്പോ എന്റെ കുഞ്ഞിക്കാക്ക വായ പൊളിക്കണോക്കെ ആന്ന്. അപ്പൊ ഞാൻ അവൾക്ക് തന്നെ ആദ്യം കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ എന്റെ പുന്നാര രാധുകുട്ടിക്ക് ആദ്യം കൊടുത്ത് പിന്നെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ കൊടുത്തു. എന്താ പറയാ, സന്തോഷത്തിന്റെ ഒരു ചെറുമധുരം അത്രേ ഉള്ളോ. പിന്നെ വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ലാത്ത എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെയും പിടിച്ചു നിർത്തി ആൾക്കും ഒരു കഷ്ണം കേക്ക് വായിൽ വെച്ചു കൊടുത്തു. കിട്ടിയ കേക്ക് വേഗം കഴിച്ചു തീർത്തിട്ട് എല്ലാവർക്കും കൊടുക്കണ്ടെന്ന് നോക്കി കൊതിയോടെ നോക്കി നിൽക്കുന്ന ഒരാളുണ്ട് ട്ടാ. വേറെ അതല്ല രാധുക്കുട്ടി. അവളുടെയും എന്റെയും പെരുമാറ്റം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ അമ്മ ആരാ മോളെന്ന് ചില നേരത്തെ കൺഫ്യൂഷനാവും. അത്രയ്ക്കും വലിയ കൊതിച്ചാണ് ഞാനേ. അങ്ങനെ ചെറിയൊരു പുത്തും പിടിയിൽ അവള് ഇത് കേക്ക് കഷ്ണം കൂടി സ്വന്താക്കി. അത് കഴിഞ്ഞപ്പോ ഞാനൊരു കഷ്ണം കേക്ക് അമ്മാമ്മയ്ക്ക് കൊണ്ടുകൊടുത്തു. അമ്മാമ്മയ്ക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല. ഇത് എന്തുട്ട് തേങ്ങേന്റെ കടാവേ എന്നുള്ള മട്ടില്ല അമ്മാമ്മയുടെ നോട്ടം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും ആദ്യം നന്ദി പറയാനുള്ള ഇത് നിങ്ങൾ ഓരോരുത്തരോടും ആട്ടാ. നിങ്ങളില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ നേട്ടം കിട്ടിയിരുന്നില്ല. അപ്പൊ ഞാൻ നേരത്തെ വീഡിയോയിൽ ഗിവ് അവേനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ടോപ്പ് കമന്റ് ഇടുന്ന ആൾക്ക് ഗിവ് അവേ പോലെ ഒരു ഗിഫ്റ്റ് കൊടുക്കാന്നാണല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആകെ 2 കമന്റ് വന്നിട്ടുള്ളൂ. അതില് ഒരു കമന്റ് ജസ്റ്റ് ഒരു തംസപ്പ് മാത്രമാണ്. അപ്പൊ കമന്റുകളുടെ എണ്ണം തീരെ കുറവായതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വീഡിയോക്ക് കൂടി നോക്കാം. ഈ വീഡിയോക്ക് എത്ര കമന്റ് വരുന്നു അത് നോക്കിയിട്ട് നമുക്ക് ഗിഫ്റ്റിന്റെ കാര്യം തീരുമാനാക്കാട്ടാ. അപ്പൊ നിങ്ങൾ കമന്റ് ഇടാനായിട്ട് ഒട്ടും പിശുക്ക് കാണിക്കല്ലേട്ടാ. നിങ്ങൾ കമന്റ് ഇട്ടില്ലെങ്കിൽ എനിക്ക് എവിടുന്ന ഒരു മോട്ടിവേഷൻ. നിങ്ങളുടെ ഓരോരുത്തരെയും അഭിപ്രായങ്ങളാണ് എനിക്കുള്ള മോട്ടിവേഷൻ. അപ്പൊ കമന്റ് ചെയ്യാൻ ആരും മറക്കല്ലേ. കമന്റ് ഇടാ, അങ്ങനെ ഗിവ് അവേയിൽ പങ്കാളിയാവാ. അപ്പൊ അത്രേ ഉള്ളൂ എനിക്ക് പറയാനിട്ടാ. അപ്പൊ എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ താങ്ക്സ് പറയുന്നു. അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കണ്ട എല്ലാവരും ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ലൈക്ക് കൊടുത്തോളൂട്ടാ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങള്. ടാറ്റാ, ബൈ ബൈ.